ഹലോ. അപ്പൊ ഇത് കണ്ടിട്ട് ആരോ കുക്ക് ചെയ്യാൻ പോകുന്നെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇത് നമ്മള് വിന്റേജ് ബുക്ക് ഉണ്ടാക്കാനുള്ള കോഫിയും ചായപ്പൊടി രണ്ടും കൂടി കലക്കി മിക്സ് ആക്കിയൊരു വെള്ളമാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം. അപ്പൊ നമുക്ക് ആ കോഫി മിക്സ് ഒന്ന് ജസ്റ്റ് അരച്ചെടുക്കുക, അല്ലെങ്കിൽ തരിതരിയൊക്കെ ഉണ്ടാവും. പിന്നെ ആ ടെക്സ്ചർ വേണമെന്നുള്ളവർക്ക് കുറച്ചായി തന്നെ വെക്കാം കേട്ടോ. തരിതരി വേണമെന്നുള്ളവർക്ക്. അപ്പൊ ഞാൻ കുറച്ച് പൊടിയിട്ട് തിളപ്പിച്ചിട്ടുള്ളൂ, അത്രക്ക് കട്ടി വേണമെന്നില്ല എനിക്ക്. അപ്പൊ ഇങ്ങക്ക് കുറച്ച് കൂടുതൽ കട്ടിയും ആ ഒരു കളറ് നല്ലോണം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം പൊടിയിട്ടാണ് നല്ലോണം കടുപ്പിച്ച് തിളപ്പിക്കുക. അപ്പൊ ഇതാ ഞാൻ കുറച്ച് A4 ഷീറ്റ്സ് ആണ് എടുത്തുള്ളത്. 5 ഷീറ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ. 5 ഷീറ്റ് എടുക്കുമ്പോ തന്നെ ഒരു 20 ഭാഗം ഉണ്ടാവും. പക്ഷെ അതില് 18 കിട്ടുള്ളൂ, കാരണം നമ്മൾ 2 ഭാഗം ആ സൈഡിലോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാ ഞാൻ അവിടെ എടുത്തുള്ള പുഡിങ്ങിന്റെ ട്രേ ആണ് ട്ടോ. അപ്പൊ ഇതിലാണ് നമ്മള് ചോക്ക് ചെയ്യാൻ പോകുന്നത് പേപ്പേഴ്സ്. അപ്പൊ ആ പേപ്പർ അതില് മുക്കി കൊടുക്കുമ്പോ നമ്മൾ അതിന്റെ മേലക്കൊക്കെ ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ മറിച്ചിട്ട് കൊടുക്കുക. അപ്പൊ കഴിവതും അതിന്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. എന്നിട്ട് ഞാൻ അത് അട്ടിക്കട്ടിക്കിട്ടുകൊണ്ടാണ് ട്ടോ ചെയ്യുന്നത്. കീറിപ്പോകൊന്നില്ല, നമ്മൾ ശ്രദ്ധിച്ചാ മതി. അല്ല അതിന്മേല് പൊടിയും വലിയും കഴിച്ചാല് കീറിപ്പോവും, സ്വാഭാവികം. ഹാൻഡിൽ വിത്ത് കെയർ. അപ്പൊ ഇതാ ഞാൻ ബുക്കിന്റെ കവറായിട്ട് എടുത്തിട്ടുള്ള അതിന് കവറാക്കാൻ. അത് ജസ്റ്റ് ഒന്ന് ഞാൻ കർവ് ഇട്ട് കണ്ടോ കട്ട് ചെയ്യുന്ന. അതിന്റെ ആ ലൈൻസ് ഉണ്ടായിന്, അപ്പൊ അത് വെച്ചാണ് കട്ട് ചെയ്യാന്ന് വിചാരിച്ച്. ആദ്യം ഞാൻ A4ന്റെ അളവൊക്കെ എടുത്തിട്ടോ, പിന്നെ ആ ലൈൻസ് ആണ്ട് കട്ട് ചെയ്തു. പിന്നെ ഞാൻ ക്ലോത്ത് ആക്കി എടുക്കണേ. ക്ലോത്ത് അല്ല, ഇത് ഷീറ്റാണ് ട്ടോ. ഒരു പ്ലാസ്റ്റിക് ടച്ച് ചെയ്യുന്ന ഷീറ്റാണ്. ഞാനൊരു ബ്രൗണിനോട് സാമ്യമായിട്ടുള്ളത് കളർ നോക്കി എടുത്താണ്, വേറൊരു കളർ എനിക്ക് കിട്ടിയില്ല. ഇതാണ് അപ്പൊ കുറച്ചും കൂടി ഒന്ന് മാച്ച് ആയിട്ട് തോന്നിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ക്ലോത്ത് നിങ്ങളെ ഇഷ്ടാനുസരണം എടുക്കട്ടോ. ഞാൻ ഇപ്പൊ ഇത് എടുത്തെന്ന് വെച്ചാണ്ട് ഇതേപോലെ എടുക്കണമെന്നൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. ഞാൻ അത് ഗ്ലൂ ഗണ്ണ് വെച്ചാണ് ഒട്ടിക്കുന്നത്. പിന്നെ ഗ്ലൂ ഗണ്ണ് കണ്ട ആരും പേടിക്കൊന്നും വേണ്ട. നമുക്ക് ഫെവിക്വിക്കോ അങ്ങനെ എന്തെങ്കിലും സൂപ്പർ ഗ്ലൂ അങ്ങനെ എന്തെങ്കിലും വെച്ചാട്ടൊക്കെ ഒട്ടിക്കാം. അപ്പൊ ഇതാ ബുക്കിന്റെ കവർ ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. ഇതൊക്കെ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ച് നേരത്തെ ചെയ്തത്. അതിന് ശേഷം എന്താ ഇതൊക്കെ അടക്കി പെറുക്കിയാണ്ട് ഇവിടെ ഉണക്കായിടുന്നത്. ഫാനിന്റെ വീട്ടിലോട്ട് ഇട്ട് വെയിലത്തൊക്കെ ഇട്ടാ അത്രയും ബെറ്റർ. ഞാൻ ഇത് ഉണക്കാൻ വെക്കുമ്പോ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു, അതാട്ടെ ഞാൻ ഫാനിന്റെ വീട്ടിൽ വെച്ചത്. പിന്നെ നിങ്ങൾ മാക്സിമം ഒരു ഈ കളറൊക്കെ കിട്ടാൻ ഒരു 10-20 മിനിറ്റ് വെക്കേണ്ടി വരും. ഇതിലും ഡാർക്ക് ആവണമെങ്കിൽ നിങ്ങൾ കുറച്ചു നേരം കൂടി കൂടുതൽ വെക്കണം. അപ്പൊ ഇതാ ഞാൻ ഈ 5 പേപ്പറും കൂടി ഒപ്പരം നിക്കാൻ വേണ്ടിട്ട് നൂലെടുത്ത് കെട്ടിയേക്കാട്ടോ. നിങ്ങൾക്ക് നടുവ് കൂടെ വേണമെങ്കിൽ സ്ലാപ്പ് ചെയ്യാം, പക്ഷെ കുറച്ചും കൂടി ഒരു വിന്റേജ് ലുക്ക് കിട്ടാനൊക്കെ കെട്ടുന്നതാണ് ബെറ്റർ. അപ്പൊ ഞാൻ അതായത് കെട്ടിയതിന് ശേഷം 2 സൈഡും എടുത്തുകൊണ്ട് രണ്ടും ആ കവർമേൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാ ഞാൻ ഇത് ഒട്ടിച്ചു കൊടുക്കുന്ന ഗ്ലോ സ്റ്റിക്ക് ആയിട്ടാട്ടോ. ഗ്ലോ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് പണി ഉണ്ടായിരുന്നു അത് ഒട്ടി കിട്ടാന്. അപ്പൊ നിങ്ങൾ കുറെ അധികം അയിമേല് ആക്കി കൊടുക്കണം കേട്ടോ. ഇതുകൊണ്ടൊക്കെയാണ് ഒട്ടിച്ചു കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫെവിക്കോളാണെങ്കിൽ അത്രയും ബെറ്റർ ആട്ടോ. പെട്ടെന്ന് ഒട്ടി കിട്ടും. അപ്പൊ നമ്മളെ വിന്റേജ് ബുക്കിന്റെ പരിപാടി ഏകദേശം ഒക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ആയി. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് അയിമേലൊരു ജേണൽ ബുക്ക് എന്ന് എഴുതികാണ്ട് ഒരു സംഭവം ഒട്ടിക്കാന്നുള്ളതാണ്. അതിനും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു പേപ്പർ എടുത്തുകൊണ്ട് സോക്ക് ചെയ്യാൻ ഇട്ടിരുന്നു. സോറി, അത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോ ഇതേപോലെ പേപ്പറും കൂടി എക്സ്ട്രാ സോക്ക് ചെയ്യാൻ ഇടുക. അല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെച്ച പേപ്പറിന് ഒന്ന് എടുത്താലും മതി. ഞാനത് എന്റെ ഇഷ്ടത്തിനുള്ള ഷേപ്പിലാട്ടോ വെട്ടുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറെ ഇങ്ങനത്തെ ഷേപ്സ് ഒക്കെ കിട്ടും. അപ്പൊ ഇഷ്ടപ്പെട്ട ഏതാന്ന് വെച്ചാല് അങ്ങനെ എടുത്തുകൊണ്ട് ഡിസൈൻ ചെയ്ത് കാണ്ട് അതുപോലെ ജേണൽ ബുക്കെന്നോ അല്ലെങ്കിൽ ഡയറിന്നോ വിന്റേജ് ഡയറിന്നോ അങ്ങനെ എന്ത് വേണേ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതി കൊടുക്കുക. നിങ്ങളെ യൂസിനനുസരിച്ചാട്ടോ എഴുതുന്നത്. അപ്പൊ അതായത് ഷീറ്റ് ആയതുകൊണ്ടാണോ അറിയില്ല, കുറച്ച് പണിയുണ്ട് ഇതിന്മേൽ ഒട്ടിക്കിട്ടാൻ. സോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.